പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. സെഹിയാൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കേട്ട വചനം 1 ദിനവൃത്താന്തം 5-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുലിഖിതമാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നദ്ധിയിൽ നിന്ന് ഉത്തരം തീർച്ചയായും വരും. വചനം വെളിപ്പെടുത്തുകയാണ്, ആ വ്യക്തി ദൈവത്തെ വിശ്വസിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കുമെന്ന് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ്, അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു വളരെ സങ്കടത്തിൽ വേദനാജനകമായ അവസ്ഥയിൽ ഒരു കുടുംബം ധ്യാനം കൂടാൻ വേണ്ടി വന്നു. അവർ ശരിക്കും ദൈവത്തിൽ അങ്ങോട്ട് വിശ്വാസം ഉറപ്പിച്ചു. അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അനേകം കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാത്തതിന് ഒരു കാരണം അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തെ ആശ്രയിക്കുകയോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കുടുംബം കർത്താവിൽ വിശ്വാസം അർപ്പിച്ചു, അവർ അനുഗ്രഹം പ്രാപിച്ചു. ആ സാക്ഷി നമുക്കിപ്പോൾ ഒന്ന് കാണാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ദീപ്തി, ഇതെൻ്റെ അമ്മ മേരി. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പാലാവേൽ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. കാസർഗോഡ് പാലാവയൽ എന്ന സ്ഥലത്ത് നിന്ന് ഇവർ സാക്ഷ്യം പറയാൻ വേണ്ടി അട്ടപ്പാടി സെഹിയോനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 2012 ഏപ്രിലിൽ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും അത് 82% ബ്ലഡിൽ വ്യാപിക്കുകയും ബ്ലഡിലെ തന്നെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള AML M1 എന്ന തരത്തിലുള്ള ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഏപ്രിൽ മാസത്തിൽ തന്നെ ഞങ്ങൾ തിരുവനന്തപുരം RCCയിൽ കീമോതെറാപ്പി ആരംഭിച്ചു. കീമോ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾ സെഹിയോനിൽ വന്ന് ധ്യാനം കൂടുകയും പൂർണ്ണ സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാമെന്ന്. അങ്ങനെ 2012 ഡിസംബർ 9 മുതൽ 14 വരെ ഞങ്ങൾ ഇവിടെ ധ്യാനത്തിൽ സംബന്ധിച്ചു. ധ്യാനത്തിന്റെ ഇടയ്ക്ക് ഒരു ദിവസം കീമോയുടെ ഇടയ്ക്കാണ് ഇവിടെ വന്നത് അല്ലേ? കീമോയുടെ ഇടയ്ക്ക് അവർക്ക് ശരിക്കും വിശ്വാസം കർത്താവ് കൊണ്ടിട്ട് അതിന്റെ ഇടയ്ക്ക് ധ്യാനം കൂടി ഒരു വ്യത്യാസം ഉണ്ടാകുന്ന സാക്ഷ്യപ്പെടുത്താവുന്ന ഒരു നേർച്ച നേർന്നിട്ട് കീമോയുടെ ഇടയ്ക്ക് വന്ന് വരുന്ന ധ്യാനം കൂടി. എന്നിട്ട് അങ്ങനെ ഒരു ദിവസത്തെ ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ ഒരു സന്ദേശം നൽകി. ബ്ലഡ് ക്യാൻസറിന് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പം ഞങ്ങൾ ആ ഭാഗ്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് ഞങ്ങളായിരിക്കുമെന്ന്. അതിനുശേഷം ഞങ്ങൾ RCCയിൽ തന്നെ ബോൺമാരോ ടെസ്റ്റിന് വിധേയരായി. അപ്പോഴാണ് 82% ഉണ്ടായിരുന്ന ബ്ലഡ് ക്യാൻസറിന്റെ അണുക്കളെ 3% പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക്, അവര് ചികിത്സ കീമോ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരുടെ സന്ദേശം കർത്താവ് അല്ലേ ചെയ്തു. ബ്ലഡ് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. അടുത്ത ടെസ്റ്റ് നോക്കുമ്പോൾ 81-ൽ നിന്ന് 3 അല്ലേ, 81% ഉണ്ടായിരുന്നു, അതിന് 3% അങ്ങോട്ട് കുറഞ്ഞ സഹോദരങ്ങളെ. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, യാതൊരു കുഴപ്പമില്ല, എല്ലാ ജോലികളും ചെയ്യുന്നു, പൂർണ്ണ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഇവരനുസരിച്ച് 1 വർഷം കഴിഞ്ഞ് എല്ലാം നോക്കി എല്ലാ ടെസ്റ്റുകളും യാതൊരു കുഴപ്പമില്ലെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം അവരെ ധ്യാനത്തിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കും. ഇതാണ് ഒരു വിശ്വാസിയുടെ പവർ. സാധാരണഗതി എന്താ ചിന്തിക്കുന്നത്? ആ കീമോ കഴിയട്ടെ ചിന്തിച്ചോണ്ടിരുന്നത്. അവര് പറഞ്ഞു, ഞങ്ങൾ സെഹിയോനിൽ ഇപ്പൊ ധ്യാനം കൂടെ കർത്താവ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തി. വിശ്വസിച്ച് വന്ന് അവൻ മെസ്സേജ് കിട്ടി, വിശ്വസിച്ച് വീണ്ടും ടെസ്റ്റ് നടത്തി, ക്യാൻസർ പരിപൂർണമായി കർത്താവ് സുഖപ്പെടുത്തി. കർത്താവ് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. കൈകൾ ഉയർത്തിയിട്ട് പാട്ട് പാടി ആരാധിക്കാം. നല്ലവരല്ലോ ദൈവം, നല്ലവരല്ലോ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക്, കർത്താവിനെ വിളിച്ച കുടുംബത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവോത്തരം നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇപ്പോൾ ടി വിയുടെ മുമ്പിലിരുന്നോ കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്നോ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ സമയത്ത് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് സ്വർഗ്ഗം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അതിന് മുകളിൽ പ്രവർത്തിക്കാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ ശക്തിയെ നീ ശക്തി കുറച്ച് കാണരുത്. നീ വിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുമാറ് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കണം. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥന പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സേവകർ വട്ടാലിച്ചൻ്റെ കൂട്ടായ്മയോട് ചേർന്നെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നെ അവരെ അർപ്പിച്ചിരിക്കുന്ന മുഴുവൻ വിശുദ്ധ കുർബാനയുടെ യോഗത്തിനോട് ചേർന്നെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, രോഗികളായിരിക്കുന്ന വ്യക്തികളുണ്ട്, മനസ്സിന് പല വിധത്തിലുള്ള പീഡകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. ഓ കർത്താവെ, തകർച്ചയിൽ തകർത്തിലേക്ക് വീട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ആത്മീയമായി തകർന്ന വ്യക്തികളുണ്ട്. ഓ കർത്താവെ, ഇപ്പോൾ ഓരോ ദാസന്മാരുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് സ്വർഗത്തിൽ ഉത്തരം അരുളണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അന്ധകാരങ്ങളും മാറട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും ഇപ്പം നീങ്ങട്ടെ. വലിയ ശക്തി, വലിയ അഭിഷേകം നിറയട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരുടെ മേൽ ഇപ്പോൾ എളിമപ്പെട്ട കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ വിളിക്കുന്ന ഓരോ ദാസന്മാരുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളെ ശാസിക്കുന്നു, അന്ധകാര പീഠകളെ ശാസിക്കുന്നു, പൈശാചിക പീഠകളെ ബന്ധിക്കുന്നു, തടസ്സങ്ങളെ കെട്ടുകൾ അഴിക്കുന്നു. വലിയ ഉണർവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. വലിയ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിറയട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധ കൃപ മരിച്ചുപോയ സ്ഥലങ്ങളിൽ ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വലിയ ജ്വലനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിദ്വേഷം മൂലം തകരരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനം അതിന് 8-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു സംഭവമുണ്ട്. പത്രോസ് പൗലോസ് ലേഖന്മാരുടെ കൈവപ്പ് വഴി ഓരോരുത്തരുടെ മേൽ ശക്തമായ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിമയോൻ എന്ന പേരുള്ളൊരു മന്ത്രവാദി, ആ മന്ത്രവാദിയായ മനുഷ്യന് ഒരാഗ്രഹം, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടണം. പത്രോസ്ലീഹായിലുള്ള ഈ കൃപ എനിക്കും വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ ശിമയോൻ എന്ന് പറയുന്ന വ്യക്തി പത്രോസ്ലീഹായെ സമീപിക്കുകയാണ്. അങ്ങനെ സ്ലീഹായെ സമീപിച്ച് തൻ്റെ ഈ ഒരു ആഗ്രഹം, തൻ്റെ ഒരു വിഷയം അദ്ദേഹം പത്രോസ്ലീഹായെ അറിയിച്ചു. അപ്പോൾ പത്രോസ്ലീഹ ഈ ശിമയോന് കൊടുക്കുന്ന ഒരു മറുപടി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ ഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8:21. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗമാകിത്തമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല, കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്തമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല, എന്തെന്നാൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകർന്നു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ഒരു വ്യക്തിയോട് ഒരു മയോ ഇല്ലാതെ വളരെ കാർക്കശ്യത്തോടെ സ്ലീഹ പറയുകയാണ്, നിനക്ക് ഈ വിഷയത്തിന് ഭാഗഭാഗിത്വം ഉണ്ടായിരിക്കുകയില്ല, എന്തെന്നാൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. എന്നിട്ട് സ്ലീഹ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ
അടുത്ത വചനങ്ങളിലൂടെ ഒരു കാര്യവും കൂടെ ശിമയോന്റെ മുഖത്ത് നോക്കി പത്രോസ് വെളിപ്പെടുത്തി. അത് നമ്മൾ വായിക്കുന്നത് 23-ാമത്തെ തിരുലിഖിതത്തിലാണ്. 23-ാമത്തെ തിരുലിഖിതം. അവിടെ വചനങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിൽ കടുത്ത വിദ്വേഷം, കടുത്ത അനീതി, കടുത്ത വെറുപ്പ്, ഈ വക മനസ്സിന്റെ ഓരോ അവസ്ഥകളുമായിട്ട് നീ പരിശുദ്ധാത്മവിഷയത്തിൽ വന്നാൽ ഈ ഒരു വിഷയത്തിൽ നിനക്കൊരു ഭാഗഭാഗത്ത് പോലും ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ദൈവമക്കൾ ഇന്ന് ദേവാലയത്തിൽ പോകുന്നുണ്ട്, ധ്യാന കേന്ദ്രങ്ങളിൽ പോരുന്നുണ്ട്, ശുശ്രൂഷകൾ സംബന്ധിക്കുന്നുണ്ട്, ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാഭിഷേകം പകർന്നു കിട്ടാൻ വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാഭിഷേകം പകർന്നു കിട്ടാത്തതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഹൃദയം ശുദ്ധമല്ലാത്തത് കൊണ്ടാണ്. പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ലാത്തൊരു കാരണം ദൈവസന്നിധിയിൽ ഹൃദയം കടുത്ത വിദ്വേഷത്തിലും അനീതിയിലും ബന്ധനത്തിലും ഇരിക്കുന്നതുകൊണ്ടാണ്. ജീവിത പങ്കാളിയോട് വെറുപ്പ് വെച്ചുകൊണ്ട്, മാതാപിതാക്കന്മാരോട് വിദ്വേഷം വെച്ചുകൊണ്ട്, സഹോദരനോട് വൈരാഗ്യം വെച്ചുകൊണ്ട്, അയൽക്കാരനോട് വാശി പുലർത്തിക്കൊണ്ട് നീ ദൈവത്തിന്റെ സന്നിധിയിൽ രോഗം മാറാനും തടസ്സം മാറാനും ഉയർച്ച ഉണ്ടാകാനും പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് നിന്റെ ഹൃദയം ദൈവസന്നിധി സ്വീകാര്യമായി തീരണത്? ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഗൗരവബുദ്ധിയെ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുലിഖിതത്തിൽ വളരെ വ്യക്തമായ ഭാഷയിൽ ശ്ലീഹാ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുലിഖിതം. അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധമായി തീർന്നിരിക്കുന്നു. വിദ്വേഷത്തിന് വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിൽ നിന്റെ ഹൃദയം ശുദ്ധമല്ല എന്ന് പത്രോസ് ശ്ലീഹ പറഞ്ഞെങ്കിൽ, അതുപോലെ തന്നെ ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ വിദ്വേഷം മൂലം തന്നെ നീ അശുദ്ധനായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു ലൈംഗിക പാപം ചെയ്താൽ മാത്രമാണ് അശുദ്ധനാകുന്ന നീ കരുതരുത്. നിന്റെ ഹൃദയത്തിൽ വിദ്വേഷം വെറും വൈരാഗ്യം ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം അശുദ്ധമാണ്, നിന്റെ ഹൃദയം ശുദ്ധമല്ല എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, നിന്റെ ഹൃദയം കടുത്ത വിദ്വേഷത്തിലും അനീതിയിലും ബന്ധനത്തിലുമാണെന്ന് അപ്പസ്തോല പ്രവൃത്തി പത്രോസ് ശ്ലീഹ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഹെബ്രായ ലേഖനം ആവർത്തിക്കുകയാണ്. വിദ്വേഷത്തിന് വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ എന്ന് പറഞ്ഞാൽ, ഈ ഹൃദയത്തിരിക്കുന്ന അനീതിയുടെ ബന്ധനം, ഈ വിദ്വേഷം, ഈ വെറുപ്പ് നമുക്ക് പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അനേക അനുഗ്രഹങ്ങളെ ഈ വിദ്വേഷം തട്ടിക്കളയും. നമുക്ക് വേണ്ടുന്ന അനേകം കൃപകളെ ഈ വിദ്വേഷം നശിപ്പിച്ചു കളയും. നമ്മൾ അനുഗ്രഹം പ്രാപിക്കേണ്ട ഒരുപാട് മേഖലകൾ ഇതാ കൈ കിട്ടുന്നതിന് അടുത്തടുത്ത് വരും. എന്നാൽ ഈ അനീതിയും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും പിടിവാശിയും ഈ വ്യക്തികളിൽ അനേക ഉപദ്രവം ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ നമ്മൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബ അഭിവൃദ്ധി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഭാഗഭാഗത്ത് നമ്മുടെ ജീവിതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിർബന്ധ ബുദ്ധിയാ ചില തീരുമാനങ്ങൾ എടുക്കണം. ഞാൻ ഓർക്കണം, അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടാൻ വന്ന ഒരു വ്യക്തി, ആ വ്യക്തി യാതൊരു അനുഭവം ഇല്ലാതെ ആ ധ്യാന കേന്ദ്രത്തിന്റെ ഹോളിന്റെ പരിസരത്തിൽ എവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്ന്. ആ ഇരിക്കുന്ന സമയത്ത് ഒരു വചനം ആ വ്യക്തിയെ സ്പർശിച്ച്, ആ വചനം കേട്ട ഉടനെ അദ്ദേഹം ഒരു തീരുമാനമെടുത്ത്, ആ തീരുമാനം അയാൾ അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് എത്തിച്ച്. നമുക്കിത് കാണാം സഹോദരങ്ങളെ. എൻ്റെ പേര് ദിന്നി, ഭാര്യ ജിൻസി, മകൾ പുണ്യ റോസ്. ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത ഒലിവുമോണ്ട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം 2010 വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടാവുന്നതിന് വേണ്ടി ചികിത്സ തേടി 2-3 ആശുപത്രികൾ കയറി ഇറങ്ങി. ഒടുവിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് പേഴക്കാപ്പള്ളിയിൽ സബേൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൽ ചികിത്സ തേടി 8 മാസം അവിടെ ചികിത്സ ചെയ്തു. ഒടുവിൽ ലാപ്രോസ്കോപ്പി ഓപ്പറേഷനും കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു 2-3 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാകും,
എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം 6 മാസത്തിന് ശേഷവും യാതൊരു മാറ്റവും കാണുന്നില്ല. ആകെ നിരാശനായി. അതിനിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളാൽ വീട് വിട്ട് വാടകയ്ക്ക് പോരേണ്ടി വന്നു. അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ കുടുംബസ്വത്തായ ഒരു പറമ്പ് വിറ്റു. അങ്ങനെ ആകെ നിരാശപ്പെട്ടു. വീടും പോയി, കുടുംബസ്വത്തും പോയി, ഒരു കുഞ്ഞും ഉണ്ടാവുന്നില്ല. അങ്ങനെ നിരാശപ്പെട്ട് ശരിക്കും മുമ്പ് കേട്ട വചനം പോലെ തികഞ്ഞൊരു വരൾച്ചയിലാണ്. ശരിക്കും മക്കളും ഇല്ല, വീടും പോയി, പറമ്പ് പോയി, ജീവിക്കാൻ വരുമാനം ഒരു നിർവാഹമില്ലാതെ ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേക അവസ്ഥ. എന്നിട്ട് അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് പ്രദീപ് വഴിയായി ഞാൻ ഇവിടെ സെഹിയോനിൽ 2012 ജനുവരി മാസം 5-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വരുവാനിടയായി. ഇവിടെ വന്ന് ഉച്ചവരെ വളരെ അലസനായി താഴത്തെ ഹാളിൽ ഇരുന്നു. ഇടയ്ക്ക് ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു, നമ്മളുടെ മനസ്സിലുള്ള പ്രതികാരവും പകയും വിദ്വേഷവും മാറ്റിയാലേ നമ്മളിൽ ദൈവം പ്രവർത്തിക്കൂ എന്ന്. നോക്കുക സഹോദരങ്ങളെ, ശരിക്കും ധ്യാനത്തിന് വന്നിട്ട് കുറച്ചാൽസാർ ഇങ്ങനെ നീക്കുകയാണ്. ആ സമയത്ത് ഇവിടുത്തെ ഒരു വചനം അദ്ദേഹത്തിന് മനസ്സിലാവും. ഹൃദയത്തിന്റെ വിദ്വേഷം, വെറുപ്പ്, പക എടുത്ത് മാറ്റിയാലേ ദൈവം പ്രവർത്തിക്കുള്ളൂ എന്നൊരു സംഗതി മനസ്സിൽ പെട്ടെന്ന് കേട്ടു. അത് മനസ്സിൽ ടച്ച് ചെയ്തു. എന്നിട്ട് അപ്പോൾ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് വീട്ടിലുള്ള സ്ഥലം വിറ്റതിന് ആ വിൽപ്പന തടയാൻ വേണ്ടി ഞാൻ കോടതിയിൽ വക്കീൽ മുഖേന കേസ് ഫയൽ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഈ വചനം കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പനെതിരായി കേസ് കൊടുത്തിട്ട് നീ ഒരു അപ്പനാകാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം മനസ്സിൽ വന്നു. യേശുവേ. അങ്ങനെ 3:30 വരെ ഞാനിവിടെ ഇരുന്നു. 3:30 ആയപ്പോൾ തീരാൻ നേരത്ത് ഞാനൊരു തീരുമാനമെടുത്തു. മാതാപിതാക്കളോടുള്ള എല്ലാ പ്രതികാരവും ദേഷ്യവും എല്ലാം ഞാൻ മാറ്റാം. പക്ഷേ അടുത്ത 1 വർഷത്തിനുള്ളിൽ എനിക്കൊരു കുഞ്ഞും ഒരു കൂരയും വേണം എന്നുള്ളൊരു എഗ്രിമെൻറ്റോടെ ഞാനിവിടുന്ന് വീട്ടിൽ പോയി. അപ്പം തന്നെ തീരുമാനം എടുത്ത് ഞാൻ കേസ് കൊടുക്കുന്ന കാര്യം കംപ്ലീറ്റ്. അപ്പം അതിനോട് പരിപൂർണ്ണമായിട്ട് ഞാൻ ക്ഷമിക്കാം നോക്കിയേ. അപ്പം ദൈവത്തിന് ഉള്ളിൽ ഒരു സ്വരം കൊടുക്കുകയാണ്, നീ നിന്റെ അപ്പനോട് ക്ഷമിക്കാതെ നിനക്ക് ഇങ്ങനെ ഒരു അപ്പനാകാൻ കഴിയും എന്ന് അപ്പം തന്നെ തീരുമാനം എടുത്ത്. എന്നിട്ട് വീട്ടിൽ പോയി പിറ്റേന്ന് വക്കീലിനെ കണ്ട് കേസ് പിൻവലിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. തുടർന്ന് ജനുവരി മാസം 5-ാം തീയതിയാണ് ഞാനിവിടെ വന്നത്. ആ മാസം 19-ാം തീയതി ടെസ്റ്റിലൂടെ ഞങ്ങൾ അറിഞ്ഞു എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്. നോക്ക സഹോദരങ്ങളെ, ശരി വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായിരുന്നു പറഞ്ഞത്? 4 വർഷമായ സഹോദരങ്ങൾ. നോക്ക ശരി പിള്ളേരില്ലാതെ ഇരിക്കുകയാണ് സഹോദരൻ. പറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴെന്ന് വെച്ചാൽ സ്വന്തം ശ്രമിക്കാൻ തീരുമാനമെടുത്തു. ആ മാസം അപ്പം തന്നെ കേസ് പിരിവ്, അപ്പം തന്നെ ദൈവ ഇടപെടലുണ്ടായി. എന്നിട്ട് ബാക്കി പറഞ്ഞു. 5-6 മാസങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾ എൻ്റെ അടുക്കൽ വന്നു. നമ്മൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം, വീടിൻ്റെ പാർട്ടീഷനും കാര്യങ്ങളെല്ലാം ചെയ്യാം, നീ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. മാതാപിതാക്കൾ ഇങ്ങോട്ട് വന്നു എൻ്റെ അടുക്കൽ വാടക വീട്ടിൽ. യേശു. നോക്ക് സഹോദരങ്ങളെ, ഇതാണ് പറയണത്, നിന്റെ ശത്രുവിന് വിശക്കുമ്പോൾ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. നമ്മൾ ശരിക്കും പറഞ്ഞ എൻ്റെ സഹോദരൻ എന്താണെന്നറിയോ, നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ വ്യക്തിയിൽ പശ്ചാത്താപത്തിന് അഭിഷേകം നിറയ്ക്കും. മാതാപിതാക്കന്മാർക്ക് വലിയ സ്നേഹമായി അവരിങ്ങോട്ട് വന്ന് പറയാം. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. വളരെ സമാധാനപൂർവ്വം പാർട്ടീഷനും കാര്യങ്ങളും ചെയ്തു. 1.5 വർഷത്തിന് മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ 2 ലക്ഷത്തിലേറെ ബാധ്യതയുമായി വന്ന ഞാൻ 18 ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും വാങ്ങി തിരികെ എത്തി. ഹല്ലേലൂയ. നോക്ക സഹോദരങ്ങളെ, ഒരു മനസ്സ് തുറന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ കർത്താവ് എനിക്കൊരു വീടും ഒരു കുട്ടിയും വേണമെന്ന് പറഞ്ഞു. 18 ലക്ഷം അത്രയും വീടും സ്ഥലവും സഹോദരങ്ങളെ കുട്ടിയെ നല്ല കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്നായിട്ട് അടുത്തോട്ട് മരത്തോടെ കൈയടിച്ച് പാട്ട് പാടട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വിദ്വേഷത്തിന് വേര് വളർന്ന് എന്തുമാത്രം ഉപദ്രവങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാര്യങ്ങളും മേൽഗതിയില്ല.
എന്നാൽ ദൈവത്തിന്റെ വചനം കേട്ട് കടുത്ത അനീതിയുടെ ബന്ധനത്തിൽ നിന്ന്, വെറുപ്പിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ തീരുമാനമെടുത്തപ്പോൾ, ആ അശുദ്ധി മാറ്റാൻ തീരുമാനമെടുത്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ജീവിതത്തിൽ അന്നേക്കന്നതുപോലെ കാണാൻ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുലിഖിതത്തിൽ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്: നീ ബലിപീഠത്തിൽ കാഴ്ച സമർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരൻ എമ്മിപ്പെടുക, പിന്നെ നീ വന്ന് കാഴ്ച സമർപ്പിക്കുക. അപ്പോഴേ നിന്റെ കാഴ്ചകളും നിന്റെ പ്രാർത്ഥനകളും ദൈവത്തിന് സ്വീകാര്യമാവുകയുള്ളൂ എന്ന് വചനം വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സുവിശേഷത്തിൽ മറ്റൊരു സ്ഥലത്ത് ഇതേ കാര്യം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ഹൃദയപൂർവ്വം ക്ഷമിച്ചതിന് ശേഷം, വിട്ടുകൊടുത്തതിന് ശേഷം, രമ്യതപ്പെട്ടതിന് ശേഷം വരുമ്പോൾ നിന്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവൃത്തി 8-ാമത്തെ അധ്യായത്തെ പ്രകാരം വചനം വെളിപ്പെടുത്തുന്ന കാര്യമാണ്, നീ കടുത്ത വിദ്വേഷത്തിന്, അനീതിയുടെ ബന്ധനത്തിനുമാണ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞ ഒരു പൈശാചിക ബന്ധനം പോലുള്ള സംഗതിയാണ് വെറുപ്പെന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു ഡെലിവറൻസ് പ്രാർത്ഥന നൽകി മാറ്റേണ്ട ഒരു സംഗതി തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റുന്ന കർത്താവിന്റെ സന്നദ്ധയിൽ ഹൃദയത്തിലുള്ള വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, ഭിന്നതയുടെ, കലകത്തിന്റെ, പിടിവാശിയുടെ, താൻ പോരുമ്പോ ഭാവത്തിന്റെ മേഖലയിൽ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് കർത്താവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ദാസന്മാരുടെ ഹൃദയങ്ങളെ ബന്ധിച്ചിരിക്കുന്ന അനീതിയുടെയും വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെയും, ഭിന്നതയുടെയും, കലകത്തിന്റെയും അന്ധകാര പീഡകൾ യേശു നാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആരാധന, 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 ആരാധന. അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹങ്ങൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധന, ആരാധന. വിടുതൽ പ്രാപിക്കുന്നു കൽപ്പിക്കുന്നു. ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord Jesus. എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ, എന്റെ തമ്പുരാനേ, ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഒന്ന് ദിനവൃത്താന്തം 5:20. കർത്താവിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേൾക്കപ്പെട്ട വചനങ്ങളെല്ലാം വെളിച്ചത്തിൽ നമ്മളെ ഹൃദയത്തിലുള്ള അനീതിയും വെറുപ്പും വൈരാഗ്യം എല്ലാം മാറ്റി ഇപ്പോൾ ദൈവമായ കർത്താവിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ ദാസന്മാരുടെ മേലും അവിടുന്ന് ആശീർവാദം നൽകുന്ന സമയമാണ്. കുടുംബങ്ങളെയും വംശങ്ങളെയും ദേശങ്ങളെയും അവിടുന്ന് ആശീർവദിക്കുന്ന സമയമാണ്. അവിടുന്ന് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ച് രോഗികളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. കെട്ടുകൾ അഴിക്കുന്ന സമയമാണ്.
കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അതിരവ് ഹൃദയം ഒന്നുപോലെ തുറന്ന് കർത്താവിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് കർത്താവിനെ മാത്രം നോക്കി കർത്താവിൻ്റെ നാമത്തെ മാത്രം ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, കുടുംബങ്ങളുടെയും വംശങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും അന്ധകാര പീഡകൾ ഇപ്പോൾ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശക്തമായ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ഓരോ ദാസന്മാരും ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളെ ബന്ധിക്കുന്നു, തടസ്സങ്ങളെ അഴിക്കുന്നു. ശക്തമായ പരിശുദ്ധാത്മ അഗ്നി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന.